ഞാനില്ലാത്തപ്പോ എന്റെ ഓഫീസിൽ ഒന്ന് ചെറ്റത്തന്നെ കാണിക്കണം. നീ കൈക്കൂലിയുടെ 50,000 ദിർഹം മുടക്കിയവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. താഴ്ന്ന് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടും മിണ്ടാതിരിക്കുക. അത് നിന്നോടുള്ള ഒറ്റ കൺസേൺ കൊണ്ട് മാത്രമാ. എന്നിട്ടും ചവിട്ടി താഴ്ത്താന്നാണ് വിചാരമെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും എല്ലാവരും. വെല്ലുവിളിയാണെന്ന് തന്നെ കൂട്ടിക്കോ. വർമ്മ ഡിസൈൻസിന്റെ അധപ്പതനത്തിന്റെ ഉദ്ഘാടനമായിരിക്കും വരാൻ പോകുന്ന ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റ്. അതല്ല ഞാനാണ് പരാജയപ്പെടുന്നതെങ്കിൽ പിന്നെ കേസും കോടതിയൊന്നും വേണ്ട. ഞാൻ ഒപ്പിടാത്തതിന്റെ പേരിൽ ദേവിക വർമ്മയ്ക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കില്ല. ഏത് കടലാസും എന്ത് കരാറും ഞാൻ ഒപ്പിട്ടു തരും. ഈ കമ്പനിയിൽ എനിക്കുള്ള സകല അവകാശങ്ങളും ഞാൻ വേണ്ടെന്ന് നോക്കും. പക്ഷേ പോകുന്ന വഴിയിൽ എന്നെ വീഴ്ത്താൻ ഇടംകോലിടാൻ വന്നാൽ തല്ലുകല്ല, കൊന്ന് കത്തിച്ചു കളയുന്ന. ബ്ലഡി ഗൂസ്. ഹലോ സത്യ, നോ എനിക്ക് റിവെഞ്ച് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ എന്നെ കണ്ടില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വന്നേക്കണം. വിതിൻ 5 മിനിറ്റ്സ്. സാറേ, ഞാനാ സാറേ, ഇവിടെ സാറേ. എന്റെ സാറേ, മുതുമുറ്റം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ചവിട്ട് കഴിഞ്ഞുള്ള ഇടിയുണ്ടല്ലോ, ഭയങ്കര അക്രമായി പോയി. അതൊരു റിമൈൻഡറാ. നീ പറയുന്ന പോലെ ഈ നാടകം മുഴുവൻ ഞാൻ കളിച്ചിട്ട് അവസാനം ഞാനും ദേവി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ ഓർത്തോ, പിന്നെ നിന്റെ കാമുകി പെണ്ണിനെ നീ ജീവനോടെ കാണില്ല. സത്യ, എന്താ ഇതൊക്കെ? എനിക്ക് കൊങ്ങയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോഴേക്കും ആളോട് ലിഫ്റ്റ് കയറി പേടിച്ചിട്ട്. അതല്ല ഞാൻ ചോദിച്ചത്. ആനന്ദ് വർമ്മയുടെ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? സി മാഡം, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ 50,000 ദർഹംസ് ഇറക്കി കളിച്ചപ്പോ ആനന്ദ് വർമ്മ 100,000 ദർഹംസ് ഇറക്കി കളിച്ചു. മാഡത്തിന് ഇസ്പേഡാക്കാൻ നോക്കുമ്പോ ഞാൻ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഇങ്ങനെ നോക്കി നിൽക്കണോ? ആ മോഡലിനെ ഞാൻ ഓടിച്ചിട്ടില്ലേ. അത് അവളുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു. I have to break all the conventional rules of psychiatry. മറ്റാരും കാണാത്ത വഴികളിലൂടെ ഞാൻ നടന്നു, ഒരു പ്രാന്തനെ പോലെ. എന്റെ നകുലനും ഗംഗയ്ക്കും വേണ്ടി, സോറി, എന്റെ നന്മയുള്ള ദേവിക മാഡത്തിന് വേണ്ടി. വലിയ അത് പോട്ടെ. മാഡം, നമുക്ക് കള്ളം കയറാത്ത ഒരു ബാങ്കിൽ, ബോംബിട്ട തകർക്കാൻ പറ്റാത്ത ഒരു ലോക്കർ ബുക്ക് ചെയ്ത് വെച്ചോളൂ. വരാൻ പോകുന്ന മത്സരത്തിലെ വിന്നറുടെ കിരീടം സൂക്ഷിച്ചു വെക്കാൻ. അത്രയ്ക്ക് ഉറപ്പാണോ? എനിക്ക് നല്ല ഉറപ്പാണ് മാഡം. എത്ര %? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെയായാലും കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ മാഡം പേഴ്സൻറ്റിനെ കുറിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാൽ 100% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. യെസ്. ഈ മത്സരത്തിൽ തോറ്റാൽ പിന്നെ ആരും ദേവികയെ ജീവനോടെ കാണില്ല. രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കോൺടെസ്റ്റ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം ആറ്റിറ്റ്യൂഡ് റൗണ്ട്, രണ്ടാം ദിവസം കോസ്റ്റ്യൂം റൗണ്ടും ഇന്റലിജൻസ് റൗണ്ടും. Mrs. Devika, what if you don't win? My company is my life. If I don't win this competition means I failed in life. Devika will not live a failure. അണ്ണാ, ഇത് ഭയങ്കര കുഴപ്പമുണ്ടാ. അഞ്ജലി ജയിച്ചു കഴിഞ്ഞാൽ മാഡ് ആത്മഹത്യയും, മാഡം ജയിച്ചു കഴിഞ്ഞാൽ വർമ്മ സാർ ഡിവോഴ്സിന് സമ്മതിക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അണ്ണൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അണ്ണാ, അണ്ണനും ചേച്ചിയും കൂടി ജീവിക്കാൻ ഈ വർമ്മ സാർ സമ്മതിക്കൂലട്ടാ. അണ്ണാ, ഇത് മരണക്കളിയാണ്. മരണക്കളിയാ. Big show tonight. A lot of big names and add to the drama. Two biggest names in fashion are facing off against each other. What are your expectations for tonight? When Anand Varma and Devika Varma are coming face to face in the contest, our expectations are limitless.
Welcome, good evening, ladies and gentlemen. Right, let me hear it from you guys. This year is gonna be bigger than the last year. I'll tell you why. Because we got bigger names. And now let's get on with the show! Yeah! ലോകത്തെല്ലാവർക്കും തോക്കമടിയ ഇവിടെയും അങ്ങനെ തന്നെയാ. വർമ്മ സാറിനും മാഡത്തിനും അഞ്ജലിക്കും ജയിക്കണം. എനിക്കവരെ ജയിപ്പിച്ചേ പറ്റൂ. അതെങ്ങനെയാ? ഇവിടെ ഞാൻ തോക്കും. പക്ഷേ ഞാൻ തോറ്റു എന്ന് ഉറപ്പിക്കുന്നവരെ ജയിക്കാൻ ശ്രമിക്കും. Next contestant, representing Verma Designs, Anjali from India. I repeat, next contestant, representing Verma Designs, Anjali from India. And there she is, Miss Anjali from India. നന്നായിരുന്നു. പിന്നെ ആണല്ലേ? Representing Verma Designs again, we have Miss Natasha. Contestant number 12, Natasha from India. എന്താണ് കുതിരി? ഇവിടെ കെട്ടണോട് സമ്മതിക്കണല്ലേ? ഞാനാണെങ്കിൽ കെട്ടൂല. Cassie, no. If you don't open the door right now, I'm gonna leave. Madam, No, just tell her I'm leaving. അവര് പോവില്ല മാഡം.
you can have this. Before that, please hear me out. I'm sorry. സാറേ, വിഷമിക്കില്ല സാറേ. ഇനി സാറ് ചെയ്യേണ്ട എന്താണെന്നറിയാം? നിർത്ത്! ഇനി ഞാൻ നീ പറയുന്ന കേട്ട് കുരങ്ങ് കളിക്കണം അല്ലേ? മതിയാക്കി. ഞാൻ ഈ കോൺടെസ്റ്റിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യാ. കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇഡിയറ്റിനെ വെച്ച് ഒക്കെ പോയി. എന്റെ കമ്പനി, ഫാക്ടറി, സ്വത്ത്, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ ഇമേജ്, മാനം ഒക്കെ അതൊക്കെ പോട്ടെ. പക്ഷെ ദേവിക, അവളിപ്പോ എല്ലാ അർത്ഥത്തിലും എന്റെ ശത്രുവാക്കി നീ. പൊയ്ക്കോ, കണ്ടുപോരുത് എന്റെ മുന്നിൽ. സാർ പ്ലീസ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാറിന് ഒന്നും നഷ്ടപ്പെടില്ല. സാറിൻ്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന അഞ്ജലി ഇതുവരെ എന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൾ അകന്നകന്ന് പോകുമ്പോൾ നെഞ്ചും കൂടിൽ ആരോ കരിങ്കലും കൊണ്ട് ഇടിക്കണ പോലെ. അപ്പം പിന്നെ ഒരു ഉടലും ഉയരും പോലെ ജീവിച്ച നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. വേണ്ട, ഇനിയും മത്സരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൊമ്മാളിയാൻ വയ്യ. നിന്റെ വളഞ്ഞ ബുദ്ധിയുടെ സഹായവും ഇനി എനിക്ക് വേണ്ട. സാറേ, കടലിൽ മുങ്ങുന്നവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നേർവരയിലൊന്നും ആയിരിക്കില്ല നീന്തണത്. ഈ കാര്യത്തിൽ എൻ്റെ കാര്യം പോക്കായാലും സാർ സേഫായിരിക്കും. ആ ഒരു ഉറപ്പേ എനിക്ക് തരാൻ പറ്റൂ. അതിനവള് തീർച്ചയായിട്ടും മത്സരിക്കണം. എന്നാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അഞ്ജലിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാറിന് സാധിക്കും. കാരണം അവളുടെ മനസ്സിൽ സാറിൻ്റെ സ്ഥാനം അത്രയ്ക്ക് വലുതാ. അഞ്ജലി കരയാതിരിക്കെ. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? പറയുന്ന കേക്ക്. എഴുന്നേക്ക്. അഞ്ജലി, get up. Stop this nonsense. I say get up. I'm sorry. അഞ്ജലി, മോളെ റിലാക്സ്. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇതൊക്കെ നാച്ചുറലാ. ശരിയാണ്, നിന്റെ പെർഫോമൻസ് 100% സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 6 പേരിൽ ഒരാളാണ് നീ. അതൊരു നിസ്സാര കാര്യമല്ല. നാളെ നമുക്ക് 2 റൗണ്ടാണുള്ളത്. അതിൽ കോസ്റ്റ്യൂം റൗണ്ട് എനിക്ക് വിട്ടേക്ക്. അതിലെനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇന്റലിജൻസ് റൗണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സെൻസിബിളായിട്ട് മറുപടി പറഞ്ഞാൽ മാത്രം മതി. അത് നിനക്ക് പറ്റും, ഈസി ആയിട്ട് പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. അഞ്ജലി, ജയിക്കാൻ ഒരു നിമിഷം മതി. ജയിക്കണമെന്ന് മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു നിമിഷം. കഴിഞ്ഞ റൗണ്ടിലെ മനസ്സോ ഗുണസോ എന്ന് പറഞ്ഞ് നടന്ന പെണ്ണ ഇപ്പം കയറി തകർത്ത് പൊളിച്ചിട്ടുണ്ടല്ലേ. ഞാനൊന്ന് അറിഞ്ഞു കൂവിയാലോ. കൊരങ്ങവള്ളി പൊട്ടിക്കും ഞാൻ. ഇയാളിപ്പോ എന്തിനു ഉമ്മ വെക്കണത്? ഇയാൾക്കൊരു ഉമ്മ കൊണ്ടിട്ട് പണി പോരെ.
ചിലപ്പോ അച്ഛന്റെ ഉമ്മയായിരിക്കും. അല്ല, ഈ അച്ഛനുമാറിന് തെറ്റല്ലേ? ശരിക്കും വാപ്പന്റെ ഉമ്മയില്ലേ ശരി? ഉമ്മൂമ്മ. ഒന്ന് ഇറങ്ങി പോടോ മാരോട്ടി മോറ. ദേവിക, ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം തന്നെ ധാരാളം. കൂടുതൽ ഉപകാരം ചെയ്ത് മാഡത്തിന് ദ്രോഹിക്കരുത് പ്ലീസ്. നാണുമില്ലാണ്ട് പുറകടക്കാണ്. ഇഷ്ടം വരും മാഡം. എന്താ യു ലുക്ക് ഗോർജിയസ് ഇൻ യെല്ലോ. It gives me immense pleasure to announce the next contestant. ഈ നമ്പർ ആയിട്ടേക്കണേ. Representing Varma Design, Natasha. Hey, what is this? Hey, stop this! Excuse me, ma'am. You have to keep it down. I'm sorry, sir. Something's wrong. It's not my design. I just don't care. Let me do my job. I'm sorry. മാഡം Sorry. മാഡം പ്ലീസ്. എന്താ പ്രശ്നം? സത്യം ഞാൻ യെല്ലോ ഡ്രസ്സല്ലേ കൊടുത്തിരുന്നത്. But this is red. സത്യം. മാഡം റിലാക്സ്. ലുക്ക്, അത് യെല്ലോ തന്നെയാണ്. What? It's red. മാഡം അത് യെല്ലോ ഡ്രസ്സാണ്. മാഡത്തിന് എന്താ പറ്റിയത്? God. Madam, what happened to you? Look, she's awesome in yellow dress. Oh God. It's green now. Satyan, it's green. No, madam. Believe me, it's yellow. Madam. Green ആണ്. Hey, മാഡത്തിന് എന്താ അങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല. അത് യെല്ലോ ആണ്. No. Hey, believe me, that's yellow. Hey, look at her. Please watch. Yellow. Now it's yellow. Oh, yes, madam. That's yellow. Thank you, ji. എടാ പോക്കരട്ടാ മുത്തേ നമ്മുടെ മാജിക് കളിക്ക് പോകരട്ടാ. മാഡം, മാഡം ഇനി മദ്യപിക്കരുത്. മദ്യം ചിലപ്പോൾ ചിലരുടെ തലച്ചോറിൽ വിചിത്രമായി പ്രവർത്തനം നടത്തും. ഉപബോധ മനസ്സിന്റെ അന്തർനാളുകളിൽ നിന്ന് അത് ചില വിഭ്രാമക ദൃശ്യങ്ങൾ ചകഞ്ഞെടുത്ത് നമ്മുടെ ബോധ മനസ്സിന്റെ ഉപരിതലത്തിലേക്ക് അത് പ്രതിഷ്ഠിക്കും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിംഗിൾ വേർഡ് മസ്തിഷ്ക പ്രക്ഷാളനം. ഞാൻ മദ്യപിച്ച് നിലതെറ്റി നിൽക്കുന്നില്ല. It's just a glass of wine. മതി. ചിലർക്ക് വൈൻ പോലും വേണമെന്നില്ല. ബൈപോളാർ ഇലൂഷണറി സിൻഡ്രോം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർക്ക് ഉണ്ടായിരുന്നു സെയിം പ്രോബ്ലം. സ്ഥിരമായി മദ്യപിച്ച ക്ലാസ്സിൽ വന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്ന പരാതിയിൽ അദ്ദേഹത്തെ പുറത്താക്കി. ബട്ട് മെഡിക്കൽ ലീഗൽ കേസിൽ അദ്ദേഹം വിജയിച്ചു. കഴിക്കുന്ന ഫുഡ് ആൽക്കഹോളായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. മാഡം, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാഡം ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഹാലൂസിനേഷൻ ഫീൽ ഇൻ യുവർ ഐസ്. Something waves and glimpses and the whispers of the mysteries and What? That's my feel. It's okay. Leave it. മാഡം, അന്ന് ഫാം ഹൗസിൽ വെച്ച് എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്ന് മാഡത്തിന് തോന്നിയില്ലേ? പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഹൈവേക്കരികിൽ വയലറ്റ് ഓർക്കിഡുകൾ പൂത്തു നിൽക്കുന്ന കണ്ട് മാഡം മതിമറന്നു നിന്നത് ഓർമ്മയില്ലേ? No. ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ. മാഡം കണ്ടത് വയലറ്റ് ഓർക്കിഡ് അല്ലായിരുന്നു, വെളുത്ത ലില്ലിപ്പൂക്കളായിരുന്നു. ലില്ലിപ്പൂക്കൾ, നൈസ് ഫ്ലവേഴ്സ്, ഡാസ്ലിംഗ് വൈറ്റ് ഷീസ് വിത്ത് ദ ബ്രേസ്. സോറി, ഞാനൊരു സന്തോഷ വർത്തനം പറയാൻ വേണ്ടി വന്നാ. നിങ്ങളിപ്പോൾ ഓൾറെഡി സന്തോഷത്തിലാണല്ലോ. What the hell are you saying? സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. Nonsense. ഉമ്മച്ച് കളിക്കുക. എന്നിട്ട് കുമാർ വെയിറ്റ്. എന്താ കാര്യം? ഫൈനൽ റൗണ്ടിലേക്ക് 2 മോഡൽസാണ് സെലക്ട് ആയത്. ഒന്ന് ഇമ്പള മോഡലും പിന്നെ വർമ്മ സാറിൻ്റെ മോഡലും.
കുമാർ ഇപ്പം ഇങ്ങോട്ട് വന്നത് നന്നായി. ഒരു കാര്യം കൂടി ഞാൻ മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നേരത്തെ കമ്പനിയുടെ പ്രോഫിറ്റ് ലെവൽ കൂട്ടാനുള്ള വലിയൊരു ടാസ്ക് മാഡം എന്നെ ഏൽപ്പിച്ചില്ലേ? അന്ന് അത് അച്ചീവ് ചെയ്യാൻ എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഈ പുഷ്പകുമാർ. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ. അല്ലേ? ആണോ? അതെ. പക്ഷേ മാഡം ഒന്നും കാണുന്നില്ല. ഫ്രാങ്കായി പറയുന്നതിൽ വിരോധമൊന്നും തോന്നരുത്. ഇങ്ങനെ മാഡം കാണേണ്ട പലതും കാണുന്നില്ല, ഇല്ലാത്ത പലതും കാണുന്നു. മാഡത്തിനെ പേടിച്ചിട്ടാണ് പലരും പലതും പറയാത്തത്, അല്ലേ കുമാർ? സത്യം. മാഡം, ഞാനൊരു സംശയം പറഞ്ഞോട്ടെ. സംശയം മാത്രമാണ്. അന്ന് വർമ്മ സാറ് ആ മോഡലിനെ ചുംബിക്കുന്ന കണ്ടത് റിയലായിരുന്നോ, അല്ലെങ്കിൽ അതും ഇതുപോലൊരു തോന്നലായിരുന്നോ? മിസ്റ്റർ കുമാർ, എന്തോ? അന്ന് താങ്കളും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഉണ്ടായിരുന്നു. ഇതുപോലെ മാഡത്തിന് മാത്രം തോന്നിയ ഒരു മായക്കാഴ്ചയായിരുന്നു അത്, ആണോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കണ്ട കാര്യം കണ്ടു എന്ന് പറയണം. പക്ഷെ കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ ഉണ്ട സാധനം കാണാണ്ടാവും. മാഡത്തിന്റെ നന്മയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വർമ്മ സാറ് ആ മോഡലിനെ ചുംബിക്കുന്ന നിങ്ങൾ കണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ മാഡം നേരിട്ട് കണ്ട്. അപ്പൊ ഞാൻ മാഡത്തിന്റെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കണ്ടിണ്ടാവല്ലോ. നിങ്ങൾ കണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കണ്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി ആലോചിച്ചു നോക്ക് മാഡം. അന്നത്തെ കാഴ്ച അതൊരു തോന്നലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ മാഡം, ഒന്നും ചിന്തിക്കണ്ട. ഫസ്റ്റ് യു റിലാക്സ്, റിലാക്സ്. ഓക്കെ, കുമാർ വരൂ. സത്യം സാറേ? യെസ്. സത്യം പറ, നിങ്ങൾ എന്തിനെന്നെ കൊണ്ട് ഇത്രയും വലിയ നുണ പറയിപ്പിച്ച്? കുമാറെ, കുമാറിനെ കുമാറിന്റെ പഴയ പൊസിഷനിലെത്തിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറെ ഒരു മാർഗവും കണ്ടില്ല. സത്യം. യെസ്. എന്താ ഇത്? എന്റെ അച്ഛൻ പോലും അടുത്തൊരു സ്നേഹം കാണിച്ചില്ല. ഓ, ഇറ്റ്സ് ഓക്കെ. അച്ഛനൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനെ ഞാൻ തച്ചു കൊന്ന്. എന്നിട്ട് കോടതി ശിക്ഷിച്ചില്ലേ? മെന്റലാന്നുള്ളൊരു കാരണം കൊണ്ട് കോടതിനെ വെറുതെ വിട്ട്. സത്യം സാറേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കണ്ട്, 2 നേരം കൊണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഷോക്ക് അടുപ്പിക്കുന്നുണ്ട്. Good evening, ladies and gentlemen. I invite you all once more to the Max Fashion Contest 2016. And now let me introduce our 2 beautiful finalists and their mentors. Finalist number 1, Anjali and the brilliant Anand Verma. And finalist number 2, Natasha and the beautiful Devika. Now, handing the show over to the judges and to you. Please, madam. Sorry, my mistake. It's okay. Natasha. Good evening, everyone. Good evening, judges. Good evening. How are you doing today? Very well, thank you. Are you ready? Yes. Here it goes. Comparatively, divorce rates are climbing rapidly. Couples resort to divorce at the first sign of discomfort in the relationship. What is your take on this? In every marriage, more than a week old, there are grounds for divorce. But divorce is one of the most painful things in the world, probably as painful as death. To me, divorce symbolizes failure. It's like amputation. You know, you will survive it, but that's just less of you. I firmly believe in marriage. And if you are thinking about divorce, then probably you shouldn't get married. Because once you start loving someone, you can never stop loving him. And if there is something that I can do to stop 2 people from getting separated, I will consider that to be the greatest thing I could do. Thank you. Thank you, Natasha.
Anjali. Anjali, are you ready? Are you ready, Anjali? Yes, sir. I'm ready. Okay, this is your question. Now, this is a hypothetical situation. You come to know that someone you love or made a mistake which is almost unpardonable. How do you react? Will you conceal it? Try to rectify it or correct it? Or will you end the relationship forever? Sir, I strongly believe that one's emotions are best expressed in their mother tongue. So may I switch over to my mother tongue? Of course, you can take the assistance of a translator. Thank you, sir. ജീൻ വാൽജീന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിയമത്തിന് മുന്നിൽ തെറ്റുകാരനായിരുന്ന ജീൻ വാൽജീനൊപ്പമായിരുന്നു ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ മനസ്സ്. ഭക്ഷണം മോഷ്ടിച്ച അവൻ കച്ചവടക്കാരുടെ മുന്നിൽ തെറ്റുകാരനായിരിക്കാം. എന്നാൽ വിശന്ന് മരിക്കാറായ ഒരു ഭിക്ഷക്കാരിക്ക് അവൻ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾക്ക് മുന്നിൽ അവൻ ദൈവമായി തീരും. We want to know your perspective. കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് സർ ഒരാളെ തെറ്റുകാരനാക്കുന്നതും തെറ്റുകാരനല്ലാതാക്കുന്നതും. അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. എനിക്കും വ്യക്തിപരമായ അത്തരത്തിലൊരു അനുഭവമുണ്ട്. പലരുടെയും വാക്കുകൾ കേട്ട് നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ വില പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതന്നും എന്നും എൻ്റെ വേദനയാണ്. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അവനെ തെറ്റുകാരനാക്കിയ സാഹചര്യം അത് നമ്മൾ ഓർക്കാറില്ല. അല്ലെങ്കിൽ അവൻ്റെ കുറ്റബോധം അത് നമ്മൾ കാണാറില്ല. ഒരു നിമിഷത്തിൽ പറ്റിപ്പോയ തെറ്റിന്റെ പേരിലോ തെറ്റിദ്ധാരണയുടെ പേരിലോ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. തിരുത്താനാവാത്ത തെറ്റ്. തെറ്റുപറ്റുന്നത് മാനുഷികമാണ്, പക്ഷേ ക്ഷമിക്കുന്നതാണ് ദൈവികം. To err is human. To forgive is divine. Thank you. Good evening, ladies and gentlemen. The much awaited result is here. And the winner is Anjali. Now, the most awaited coronation ceremony. We humbly request the sponsor of Anjali, Mr. Anand Verma, to please come and join us on the stage with the judges. സത്യം സാറേ, ദേവികമ്മയുടെ സാറിന് തരാൻ പറഞ്ഞു. ബ്ലാങ്ക് ചെക്ക അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കണം. അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി.
അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കളം വിട്ട് പോണം. അല്ല, ഞാൻ പറഞ്ഞ സാറിന് ഫീലിംഗ് ആയോ? ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞ പൈസ ഇല്ലാത്ത ചെക്കല്ല. പൈസ എത്ര വേണം എഴുതി. What do you think about us? We may be poor, coolies, trolley pullers, but we are not beggars. Let it be the last time. If you dare to say that word once again, I'll pull you the tongue. സോറി സാർ. ഉണങ്ങിയ ജയന. രാജനുണയന് ചെയ്തു തന്ന എല്ലാ കള്ളത്തരങ്ങൾക്കും നന്ദി. ഒരുപാട് സ്നേഹത്തോടെ ദേവിക വർമ്മ. നരൻ, ഐ ആം സോറി. വർമ്മ സാർ പറഞ്ഞു എൻ്റെ വിജയത്തിന് കാരണക്കാരൻ നരനായിരുന്നെന്ന്. നരൻ എന്നോടുള്ള ഇഷ്ടം അതെനിക്കറിയാം. പക്ഷേ നരനോട് ഇതുവരെ ഞാനിന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞില്ലേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ച്. അത് സത്യമാണ്. അങ്ങനെ ഒരാളുണ്ട് എനിക്ക് വേണ്ടി കള്ളനായി നാട് വിട്ടു പോകേണ്ടി വന്ന എൻ്റെ കൂട്ടുകാരൻ സത്യനാരായണൻ. ഇന്നലെ വരെ ഒരിക്കലും മടങ്ങി വരാത്ത ഒരു സ്വപ്നമായിരുന്നു അവൻ എനിക്ക്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു അവനും എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. എൻ്റെ തൊട്ടടുത്ത് ഇവിടെ എവിടേക്കോ തന്നെ അവനുണ്ടെന്ന്. ഐ എം സോറി നരൻ. നരനെ ഞാൻ ഒരിക്കലും മറക്കില്ല. നരൻ എൻ്റെ നല്ലൊരു മൈ Yes. You are Satyanarayanan. നിന്റെ കളിക്കൂട്ടുകാരൻ. Yes. That's me. Yes, it's true. സത്യമായും സത്യനായ സത്യൻ. Yes. You are loving Satyanarayan. You liar. You cheat. തനിക്ക് നാണാവില്ലടോ. താൻ എന്നാ നന്നാവാ. See, അഞ്ജലി, അമ്മച്ചിയാണ് സത്യം, ഞാനാണ് സത്യനാരായണൻ. മുട്ടുകാലിയായിട്ട് മുട്ടിലറിയാൻ കുട്ടികളുണ്ടാവില്ല. അഞ്ജലി, സംശയമുണ്ട് നിന്റെ അച്ഛനോട് ചോദിക്കുക. 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി MBAക്ക് 1ാം റാങ്ക് വാങ്ങിയ സത്യനാരായണൻ ആരാന്ന്. പരീക്ഷയിൽ ശരി ഉത്തരം വെട്ടിക്കളഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാമ്പഴം നിനക്ക് തന്നിട്ട് അണ്ണാച്ചപ്പോഴും ഞാനല്ലേ. നെക്സ്റ്റ് വീക്ക് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ചെയ്യുമല്ലേ. ഡാഡി അതിന്റെ മെയിന്റനൻസ് സൂപ്പർവൈസർ. ഇന്ന് സ്കൂളിലല്ലോ, ഞങ്ങൾ കൂടെ പോന്നതാ. രാഹുൽ എന്താ ഇവിടെ? എന്താ പപ്പാക്ക് ഗ്ലോബൽ വില്ലേജ് മൊത്തം വാങ്ങിയാലോന്നൊരു പ്ലാൻ ഉണ്ട്. പപ്പ ഒരു ടെസ്റ്റിന് പോയിരിക്കാ. വന്നാലോടെ വാങ്ങും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാ. പപ്പായ്ക്ക് എന്താ ടെസ്റ്റ്? സുഖമില്ലേ? അജേ, എന്റെ പപ്പായ അറിയത്തില്ല. ഇത് ധോണിയല്ലേ? ഇതല്ല എന്റെ പപ്പ. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് കളിക്കാൻ പോയിരിക്കാ. അയ്യോ പപ്പ. പപ്പയോ? ധോണിയാ പപ്പ എന്ന് പറഞ്ഞിട്ട്? ഹേ, ഇത് പപ്പയല്ല, പപ്പൻ. എന്താ നോണ പറയണെന്ന്? ഇത് ഞങ്ങളുടെ ഡ്രൈവർ. ഡ്രൈവറാ? ഡ്രൈവറാണെങ്കിലും ഗ്യാപ്പ് ഇട്ടപ്പോൾ ചുമ്മാ ഓവർറൈഡ് എടുത്തത്. പിന്നെ ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ നോണ പറയരുതെന്ന്.